അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഭൂമിയും അതിലെ സകല വസ്തുക്കളും ഒരു തുലാസിൽ വെക്കുക, എന്നിട്ടതിന്റെ മറുതലക്കൽ ഈ ഇബാദത്തിന്റെ ആ അമലിന്റെ തൂക്കം വെക്കുക. എങ്കിൽ ഏറ്റവും കൂടുതൽ തൂക്കം ലഭിക്കുന്ന ഒരു അമലിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ സ്വഹാബ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, സ്വഹാബ നബിയേ, ആഗ്രഹമുണ്ട് നബിയേ, പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതാണ് സ്വലാത്തു തസ്ബീഹ്, തസ്ബീഹ് നിസ്കാരമാണ്. ആ തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലം ഒരു ഭാഗത്ത് വെക്കുക, മറുഭാഗത്ത് ഭൂമിയും അതിലെ അണ്ഡകടാങ്ങളും ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും വെക്കുക. എന്നാൽ ആകാശവും ഭൂമിയും എല്ലാം മറുതലക്കൽ വെച്ചാലും ഈ തസ്ബീഹ് നിസ്കാരത്തിന്റെ പ്രതിഫലത്തിന്റെ അടുത്ത് എത്തൂല. അതിന്റെ കൂലിക്കാണ് തൂക്കമുണ്ടാവുക. അത് നിങ്ങൾ ജീവിതത്തിൽ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നിർവഹിക്കണേ. എല്ലാ ദിവസവും കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ നിർവഹിക്കണേ. ആഴ്ചയിൽ ഒരിക്കൽ സാധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഒരിക്കൽ നിർവഹിക്കണേ. അതിനും സാധ്യമാകുന്നില്ലെങ്കിൽ നിങ്ങൾ വർഷത്തിൽ ഒരിക്കൽ നിർവഹിക്കണേ. അതിനും സാധ്യമാകുന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഇബാദത്ത് ചെയ്യണേ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇബാദത്താണ് തസ്ബീഹ് നിസ്കാരം. വളരെ സിമ്പിളായി വലിയ പുണ്യമുള്ള ഒരു അമലാണ്. ചെയ്താൽ ചെറുത്, കൂലിയാണെങ്കിലോ വലുത്. അങ്ങനെയുള്ള അമലുകൾ ചെയ്യാം. അതിൽപ്പെട്ട ഒന്നാണ് തസ്ബീഹ് നിസ്കാരം. പകലിലാണെങ്കിൽ അത് 4 റക്അത്തും ഒന്നിച്ച് നിസ്കരിക്കലാണ് നല്ലത്. രാത്രിയിലാണെങ്കിൽ ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കലാണ് പുണ്യം. നിയ്യത്ത് വെക്കുമ്പോ തസ്ബീഹ് എന്ന നിസ്കാരം, തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു. തസ്ബീഹ് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വജ്ജഹത്തു പാരായണം ചെയ്ത് ദുആഉൽ ഇഫ്തിതാഹ് നടത്തി അതിനുശേഷം ഫാത്തിഹ ഓതണം. അതിനുശേഷം സൂറത്ത് പാരായണം ചെയ്യണം. ഒന്നാമത്തെ റക്അത്തില് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അറിയുന്നവര്, അറിയാത്തവര് ഏത് ഓതാം? അറിയുന്നവര് അത് ഓതട്ടെ. എന്നിട്ട് ആ നൃത്തത്തിൽ ചൊല്ലണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 തവണ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എല്ലായി സുബ്ഹാനല്ലാഹി, അൽഹംദുലില്ലാഹി, അല്ലാഹു അക്ബറുമായി, ലാ ഇലാഹ ഇല്ലല്ലാഹുമായി എല്ലയുണ്ട്. ഇത് 4 ഉൾക്കൊള്ളുന്ന ഒരു ദിക്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് 15 തവണ ചൊല്ലണം. എന്നിട്ട് 15 തവണ ചൊല്ലിയിട്ട് റുക്കൂഇലേക്ക് പോകണം. ആ റുക്കൂഇൽ ഒരാള് സാധാരണ നമ്മൾ റുക്കൂഇൽ ചെല്ലുന്ന ദിക്റുണ്ടല്ലോ, സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി, അത് ചൊല്ലിയതിനു ശേഷം
10 പ്രാവശ്യം റുകൂഇൽ ചൊല്ലണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്നിട്ട് റുകൂഇൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വരണം. അവിടെ ഇഅ്തിദാലിൽ ചൊല്ലേണ്ട റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ് എന്ന ദിക്ർ ചൊല്ലിയതിനു ശേഷം അവിടെ ചൊല്ലണം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്നിട്ട് നേരെ ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകണം. സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലണം സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദി. എത്രയാണ് സുജൂദിൽ അത് ചൊല്ലേണ്ടത്? അതെ 3 പ്രാവശ്യമാണ്. Agio Sneaker Hood. Get 50 to സുന്നത്താണ്. 11 വരെ ചൊല്ലാം. നീണ്ട സുജൂദാകും. അല്ലാഹുവിന്റെ മുന്നിൽ ഒരു അടിമ നിർവഹിക്കുന്ന ഏറ്റവും പുണ്യമേറിയ ഒരു അമല് അത് സുജൂദാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അടിമ ഉടമയുടെ മുന്നിൽ പരിപൂർണമായ വണക്കമാണ്, താഴ്മയാണ്, പരിപൂർണമായ കീഴ്പ്പെടലാണ് സുജൂദ് എന്ന് പറഞ്ഞാൽ. അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്യുന്ന വലിയൊരു പുണ്യമേറിയ ഒരു ഇബാദത്താണ്. ആ സുജൂദിൽ ഇങ്ങനെ 2 കൈയും 2 കാലിന്റെ ഭാഗങ്ങളും 2 മുട്ടും നെറ്റിത്തടവും മൂക്കുമെല്ലാം വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്യുന്ന വല്ലാത്തൊരു ഇബാദത്ത് അവിടെ വെച്ച് ഇങ്ങനെ ചൊല്ലണം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 10 പ്രാവശ്യം അവിടെ ചൊല്ലണം. എന്നിട്ട് 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വരണം. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. വലിയ ദുആയാണ് കേട്ടോ. ആ ദുആ ആരും ഒഴിവാക്കരുതേ. 2 സുജൂദിന്റെ ഇടയിൽ നടത്തുന്ന ദുആ വലിയ ദുആയാണ്. അതിലെല്ലാം ഉണ്ട്, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി. എല്ലാം ഉണ്ട്. ഹിദായത്ത് തരണേ, ഭക്ഷണം തരണേ, എനിക്ക് റഹ്മത്ത് ചൊരിയണേ, മഗ്ഫിറത്ത് നൽകണേ, എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. വല്ലാത്തൊരു ദുആയാണ്. അത് കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ 10 പ്രാവശ്യം വീണ്ടും സുജൂദിലേക്ക് പോകണം. അവിടെ 10 പ്രാവശ്യം. പിന്നെ എഴുന്നേൽക്കാൻ പാടില്ലല്ലോ. അവിടെ ഒരു ഇരുത്തമുണ്ടല്ലോ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം എന്നാണ് ആ ഇരുത്തത്തെ കുറിച്ച് പറയുന്നത്. അത് എല്ലാ നിസ്കാരത്തിലും സുന്നത്താണ്. സുജൂദ് കഴിഞ്ഞ് 2ാമത്തെ സുജൂദ് കഴിഞ്ഞ് ഒറ്റയടിക്ക് മുകളിലേക്ക് വരാതെ അവിടെ ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കുക എന്നത് എല്ലാ നിസ്കാരത്തിലും സുന്നത്താണ്. അവിടെ ഇരിക്കണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അവിടേക്ക് വന്ന് അവിടെ ഇരുന്ന് 10 പ്രാവശ്യം അവിടെ മറ്റു ദിക്റുകളൊന്നും ചൊല്ലാനില്ല. ഇത് 10 പ്രാവശ്യം ചൊല്ലണം. എന്നിട്ട് അയാള് നേരെ നൃത്തത്തിലേക്ക് വരണം. അവിടെ നൃത്തത്തിലേക്ക് വരുമ്പോ തക്ബീർ ചൊല്ലേണ്ടതില്ല. കാരണം നേരത്തെ 2ാമത്തെ സുജൂദിൽ നിന്ന് വരുമ്പോ തക്ബീർ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തക്ബീറിന്റെ ആവശ്യമില്ല. ആരെങ്കിലും ചൊല്ലിപ്പോയാൽ സംസ്കാരം ബാത്തിലാകുമെന്നല്ല അവിടെ ചൊല്ലേണ്ട ആവശ്യമില്ല. ചൊല്ലേണ്ടത് ചൊല്ലേണ്ടാത്ത ഒരു കാര്യം ചൊല്ലരുത്. അങ്ങനെയാണ്. ചൊല്ലണ്ട. അവിടെ നേരത്തെ ചൊല്ലിപ്പോയി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലേക്ക് വന്നത്. പിന്നെ എഴുന്നേൽക്കുമ്പോ തക്ബീർ ഇല്ലാതെ എഴുന്നേൽക്കുക. 2ാമത്തെ റക്അത്തില് ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് പറയുന്ന ചെറിയ സൂറത്ത് ഓതുക.
എന്നിട്ട് നിസ്കരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 15, 10, 10, 10 അങ്ങനെ ഒരു റക്അത്ത് പൂർത്തിയാകുമ്പോ 75 പ്രാവശ്യം, 2 റക്അത്ത് പൂർത്തിയാകുമ്പോ 150 പ്രാവശ്യം അത് ചൊല്ലുകയാണ്. ഇവിടെ സ്വാഭാവികമായും ഒരു സംശയം വരാം. എന്താണ് ആ സംശയം എന്ന് പറയുന്നത്? ഒരാള് രണ്ടാമത്തെ സുജൂദ് കഴിഞ്ഞ് ഒരാള് പെട്ടെന്ന് നൃത്തത്തിലേക്ക് വന്നുപോയി. അവിടെ 10 സുജൂദ് ചെല്ലേണ്ട സ്ഥലമുണ്ടല്ലോ, ഇസ്തിറാഹത്തിന്റെ ഇരുത്തുണ്ടല്ലോ, അവിടെ സുജൂദ് ചെയ്യാൻ മറന്നുപോയി. അയാൾ നേരെ നൃത്തത്തിലേക്ക് എത്തി. അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വരുന്നത്, സുബ്ഹാനല്ലാഹ്, ഞാന് ദിക്ർ ചൊല്ലിയിട്ടില്ലല്ലോ. എന്ത് ചെയ്യണം അയാള്? ഫാത്തിഹയുടെ മുമ്പ് അയാള് 10 പ്രാവശ്യം ആ ദിക്ർ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്നിട്ട് ഫാത്തിഹ ആരംഭിക്കണം. എന്നിട്ട് സൂറത്ത് ഓതണം. എന്നിട്ട് 15 പ്രാവശ്യം നൃത്തത്തിൽ ചൊല്ലേണ്ടത് ചൊല്ലണം. നൃത്തത്തിൽ മറന്നുപോയാലോ ത്വീലായ ഫർളുകൾ അത് ചെയ്യണം, പകരമായി കൊണ്ടുവരണം. മനസ്സിലായില്ല? നൃത്തത്തിൽ ഒരാൾ 15 പ്രാവശ്യം സൂറത്ത് കഴിഞ്ഞപ്പോ അയാൾ അറിയാണ്ട് റുക്കൂയിലേക്ക് പോയി. ഈ റുക്കൂ എന്ന് പറഞ്ഞാൽ ത്വീലായ ഫർളാണ്. അതുകൊണ്ട് തന്നെ ത്വീലായ ഫർളില് ആ 15 പ്രാവശ്യം നൃത്തത്തിൽ മറന്നുപോയ ദിക്ർ അവിടെ ചൊല്ലണം, റുക്കൂയിൽ ചൊല്ലണം. ഒരാള് റുക്കൂയിൽ മറന്നുപോയി. ശ്രദ്ധിച്ചോ, ഒരാള് റുക്കൂയിൽ മറന്നുപോയി. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അതിങ്ങനെ ചൊല്ലാൻ മറന്നുപോയി. എഴുത്തിനാലിൽ എത്തിയപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്, ഞാന് റുക്കൂയിൽ ദിക്ർ ചൊല്ലിയിട്ടില്ല. ദിക്ർ പകരമായി എഴുത്തിനാലിൽ ചൊല്ലാൻ പറ്റുമോ? പറ്റൂല. അത് ഖസീറായ ഫർളാണ്, ത്വീലായ ഫർളല്ല. അവിടെ പകരം കൊണ്ടുവരാൻ പറ്റൂല. അവിടെ എഴുത്തിനാലിലുള്ള 10 മാത്രമേ ചൊല്ലാവൂ. പിന്നെ ഈ റുക്കൂയിൽ മറന്നുപോയ ഈ ദിക്ർ അയാൾ എവിടെ കൊണ്ടുവരണം? അയാൾ സുജൂദിൽ കൊണ്ടുവരണം. സുജൂദ് ത്വീലായ ഫർളാണ്, അവിടെ കൊണ്ടുവരണം. മനസ്സിലായില്ലേ? മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? മനസ്സിലായില്ല? മനസ്സിലായിന്നോ മനസ്സിലായില്ലാന്നോ? ത്വീലായ ഫർള്, റുക്കൂ ത്വീലായ ഫർളാണ്. എഴുത്തിനാല് ത്വീലായ ഫർള് പറഞ്ഞാല് നീണ്ടു നിൽക്കുന്ന ഫർള്, കുറെ സമയം നിൽക്കാം, ഉപയോഗപ്പെടുത്താം. അതുപോലെ സുജൂദ് ത്വീലായ ഫർളാണ്. അതേ സമയത്ത് എഴുത്തിനാല് ത്വീലായ ഫർളല്ല. അതുപോലെ 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം അതും ത്വീലായ ഫർളല്ല. നഷ്ടപ്പെട്ടത് തിരിച്ചു കൊണ്ടുവരാം. എവിടെ? ത്വീലായ ഫർളിൽ തിരിച്ചു കൊണ്ടുവരാം. അപ്പൊ ഒരാൾ നൃത്തത്തിൽ മറന്നുപോയാൽ അത് റുക്കൂയിൽ കൊണ്ടുവരാം. റുക്കൂയിൽ മറന്നുപോയാൽ അത് ഇഅ്തിദാലിൽ കൊണ്ടുവരാൻ പാടില്ല, അത് സുജൂദിൽ കൊണ്ടുവരണം. മറക്കല് അപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടായാൽ പറയുകയാണ്, അത് പറഞ്ഞു തന്നില്ലെങ്കിൽ ആ കുടുംബം നിസ്കാരത്തിന്റെ ഇടയിൽ ഉസ്താദേ ഞാനിങ്ങനെ പെട്ടുപോയി, ഇനി എന്താ ചെയ്യേണ്ടത് വിളിച്ച് ചോദിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ 15 അങ്ങനെ 75 തവണയാണ് ഒരു റക്അത്തിൽ ചൊല്ലുക. ഇങ്ങനെ 2 റക്അത്ത് നിസ്കരിച്ച് നല്ല ഉന്മേഷത്തോടെ നിസ്കരിക്കണം. ഒരു റക്അത്ത് ഇങ്ങനെ കഴിയുമ്പോ ഉറക്കിങ്ങനെ വരാൻ പാടില്ല, ക്ഷീണമുണ്ടാകാൻ പാടില്ല. നല്ല ഉന്മേഷത്തോടെ ചെയ്യേണ്ട ഒരു അമലാണ്. ആ അമല് വല്ലാത്തൊരു അമലല്ലേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ.
അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെല്ലിയാൽ മതി, തിരക്ക് കൂടണ്ട. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ. എന്താ എന്തിനാ അങ്ങനെ നിസ്കരിക്കണം കേട്ടോ, അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. തിരക്ക് കൊണ്ട് പെട്ടെന്ന് തീർക്കണല്ലോ. അതിന് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ. എന്താ ചൊല്ലുക? സുബ്ഹാനല്ലാഹി ചൊല്ലിയിട്ടില്ല, വൽഹംദുലില്ലാഹി ചൊല്ലിയിട്ടില്ല, വലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിയിട്ടില്ല, വല്ലാഹു അക്ബറും ചൊല്ലിയിട്ടില്ല. തിരക്കോട് തിരക്കാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സമയെടുത്ത് ചെല്ലിയാ മതി. ഒരു നന്നായി ഇങ്ങനെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിസ്കരിക്കുന്ന ആൾക്ക് എത്ര സമയം വേണ്ടി വരും? 1 മണിക്കൂറൊന്നും വേണ്ട. ചുരുങ്ങിയത് ഒരു 20-25, കൂടിയ ഒരു 1/2 മണിക്കൂർ കൊണ്ട് തീരും. 20 മിനിറ്റ് മതി 2 റക്അത്ത് നിസ്കരിക്കാൻ. ഇനി കൂടിയാൽ ഒരു 1/2 മണിക്കൂർ വേണ്ടി വരും. ഇത് ഒന്ന് ഈ രാത്രിയിൽ ഒന്ന് ചെയ്യണേ, ഉപയോഗപ്പെടുത്തണേ. 3-ാമത്തെ റക്അത്തിലെ സൂറത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതണം. 4-ാമത്തെ റക്അത്തിലെ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിസ്കരിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും. എന്നാലും ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട രാവിൽ എല്ലാവരും ഇത് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കുന്ന ഇബാദത്തുകളായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. പിന്നെന്താ ചെയ്യാൻ പറ്റിയത്? പിന്നെയാണ് ഖുർആനിന്റെ പകുതി എന്ന് അറിയപ്പെടുന്ന ഒരു സൂറത്തുണ്ടല്ലോ. ഏതാണ് ആ സൂറത്ത്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ. അത് 2 പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്മ് ചെയ്ത കൂലിയാണ്. അങ്ങനെയുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഇത് ഒരാള് ഒരു തവണ ഓതിയാൽ ഖുർആൻ പകുതി ഓതിയ കൂലിയാണ്. 2 തവണ ഓതിയാലോ ഖുർആൻ ഖത്മ് തീർത്ത കൂലിയാണ്. അപ്പൊ അത് പാരായണം ചെയ്യാം. പിന്നെയോ സൂറത്തുൽ കാഫിറൂനയുണ്ടല്ലോ, അത് 4 തവണ ഓതിയാൽ ഖത്മ് ചെയ്ത കൂലിയാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇത് 4 തവണ ഓതിയാൽ, 1 തവണ ഓതിയാൽ ഖുർആനിന്റെ 4-ൽ 1 ഓതിയ കൂലിയാണ്. 2 തവണ ഓതിയാൽ ഖുർആൻ പകുതി ഓതിയ കൂലിയാണ്. 3 തവണ പാരായണം ചെയ്താൽ ഖുർആനിന്റെ 4-ൽ 3 ഓതിയ കൂലിയാണ്. 4 തവണ ഓതിയാൽ ഖുർആൻ മുഴുവനും ഖത്മ് ചെയ്ത കൂലിയാണ്. അതും ഉപയോഗപ്പെടുത്താം. സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. സൂറത്തുൽ ഇഖ്ലാസ് 1 തവണ ഓതിയാൽ ഖുർആനിന്റെ 3-ൽ 1 ഓതിയ കൂലിയാണ്. 2 തവണ ഓതിയാലോ 3 തവണ പാരായണം ചെയ്താലോ വിശുദ്ധമായ ഖുർആൻ പൂർണ്ണമായി ഖത്മ് ചെയ്ത കൂലിയാണ്. ഇതും ധാരാളമായി ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ധാരാളമായി ചെയ്യാം. അങ്ങനെയാണ് ചെറിയ അമല് കൊണ്ട് വലിയ കൂലി കിട്ടുന്നതാണ്. യാസീൻ ഓതിയാലോ 10 ഖത്മ് ചെയ്ത കൂലിയാണ് ലഭിക്കുന്നത്. യാസീനെ ആരും വെറുതെ കാണണ്ട. ഒരു യാസീൻ ഒരാൾ ഓതിയാൽ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ കൽബാണ് എന്നറിയപ്പെടുന്ന സൂറത്ത് 1 തവണ ഒരാൾ പാരായണം ചെയ്താൽ 10 ഖത്മ് ചെയ്ത കൂലിയാണ്.
അപ്പൊ യാസീൻ ഓതണം ഒക്കെ ചെയ്യാം. നിങ്ങൾ എല്ലാ ദിവസവും മദനിയത്തിന് നമ്മൾ യാസീൻ ഓതാറുണ്ടല്ലോ. കുറഞ്ഞ ആളുകൾ ഇതിൽ പങ്കെടുക്കാറുണ്ട്, കുറെ ആളുകൾ അത് കഴിഞ്ഞാ വരാം. എല്ലാ ദിവസവും യാസീൻ ഓതണം. ഒരു യാസീൻ ഓതിയാൽ 10 ഖത്മ ചെയ്ത കൂലിയാണ് അല്ലാഹ് തരികയാണ്. വെറുതെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? മീസാനിൽ ഇങ്ങനെ കനം തൂങ്ങട്ടെ, നന്മകൾ ധാരാളം ഉണ്ടാകട്ടെ. അപ്പൊ ചെറുത് കൊണ്ട് വലുത് നേടുന്ന ഒരുപാട് അമലുകൾ ഉണ്ടങ്ങനെ. ആ അമലുകൾ ചെയ്യണം, ആ അമലുകൾ കൊണ്ടുവരണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലണം. എന്താ ദിക്റിന്റെ കൂലി? ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂലി എത്രയാണെന്ന് അറിയുമോ? സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് എന്നല്ല, അല്ലാഹ്, അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ ആ അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ലാ ഇലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ്, ഇല്ലല്ലാഹ് എന്നതൊക്കെ സൂക്ഷിച്ച് ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ അതിന്റെ കൂലി എന്താ? നൂഹ് നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ചിട്ട് പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം മക്കളെ വിളിക്കാണ്, മക്കളെ നിങ്ങൾ ചൊല്ലണം കേട്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ കൂലി എത്രയാണെന്ന് അറിയുമോ? സുബ്ഹാനല്ലാഹ്, ആകാശഭൂമിയിലുള്ള മുഴുവനും ഒരു തുലാസിൽ വെച്ചിട്ട് മറുതലക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരിറ്റ ദിക്റിന്റെ പ്രതിഫലം വച്ചാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒറ്റ ദിക്റിന്റെ പ്രതിഫലത്തിനാണ് കൂലി കൂടുതലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നൂഹ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞ കാര്യം അല്ലാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചു തരുകയാണ്. പഠിക്കണേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ധാരാളം ചൊല്ലിക്കോ. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ 80 വർഷത്തിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ചൊല്ലിയ കൂലിയാണ്. എത്ര കൂലിയാ? നഷ്ടപ്പെടുത്തല്ല, നഷ്ടപ്പെടുത്തല്ല. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടെന്താ? പിന്നെ ചെയ്യണം ഇസ്തിഗ്ഫാർ. Deepak is known for the ചെയ്യണം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. ലൈലത്തുൽ ഖദ്റാണെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രാവിലെ ഞാൻ എന്താണ് നബിയെ കൂടുതൽ ചെയ്യേണ്ടത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടിയാണ് അഫുവിനെ ചോദിക്കണം ആയിഷ. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ. ഈ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഒറ്റയിട്ട രാവിൽ കൂടുതലായി ചൊല്ലേണ്ട ഒരു ദിക്ർ ഇതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നമുക്ക് അത് കൂടുതലായി ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നക അഫുവൻ അഫുവൻ വൻ അഫുവൻ അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അഫ്വ വാവിനെ നിർത്തിയിട്ട് ഫഅഫു അന്നി ഫാ കൊണ്ട് തുടങ്ങണം. ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. കളിയല്ല, അങ്ങനല്ല. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അങ്ങനെ ഫാ കൊണ്ടൊരു കളിയുണ്ട് കുറെ ആള്. എന്തിനാ പറയണത്? അങ്ങനൊന്നല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫുവൻ അഫുവൻ തുഹിബ്ബുൽ അഫ്വ 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 ഫഅഫു അന്നി ഫഅഫു അന്നി ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി.
അത് ചൊല്ലണം, അങ്ങനെ ചൊല്ലണം. അതാണ് ചെയ്യേണ്ടത്. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാത്രിയിൽ ഇതാണ് നിങ്ങൾ കൂടുതലായി ചെയ്യേണ്ടത്. ആയിഷ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇതൊക്കെ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ദിക്ർ ചൊല്ലി നിസ്കരിച്ചു, ഖുർആൻ ഓതി, റെഡി, എല്ലാം വേണം. പക്ഷേ എല്ലാം ചെയ്തതിന്റെ ശേഷം ആ അമലുകളുടെ കൂടെ ഒരു ചേരുവ ചേർക്കാനുണ്ട്. ആ ചേരുവ ചേരുമ്പോഴാണ് ഈ അമലുകളെല്ലാം പൂർണ്ണമാകുന്നത്. അത് ഏത് അമലാണെന്നറിയുമോ? അസ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ, മുസ്തഫായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്താണ്. അതും ഒന്ന് ധാരാളം ചൊല്ലണേ. അപ്പൊ നല്ല മട്ടാവും. അങ്ങനെയാണ്. ബിരിയാണി ഇങ്ങനെ വെക്കുമ്പോ ആ ബിരിയാണിയുടെ കൂടെ കുറച്ച് ചമ്മന്തിയും അതുപോലെ തന്നെ കുറച്ച് കച്ചമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. അപ്പൊ ഈ അമലുകളൊക്കെ ചെയ്യുന്ന റെഡി. ദിക്ർ, സ്വലാത്ത്, സൂറത്ത് യാസീൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, എല്ലാം ചെറിയ അമല് കൊണ്ട് വലിയ കൂലി ഒക്കെ ചെയ്തോ. ഇതൊക്കെ ചെയ്തിട്ട് അവസാനം അതിന്റെ ആ ഒരു ഭംഗി അതെവിടെയാണ്? അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ, ഹബീബായ തങ്ങളെ മറന്നിട്ട് ഒരു ഇബാദത്തുമില്ല കേട്ടോ. ആ അമല് പൂർണ്ണമല്ല, ആ ഇബാദത്ത് പൂർണ്ണമല്ല. അങ്ങനെയുള്ള അമല് അല്ലാഹുവിന് ഇഷ്ടവുമല്ല. അല്ലാഹുവിന് ഇഷ്ടം അല്ലാഹ് എവിടെയൊക്കെ അല്ലാഹനെ കുറിച്ച് പറഞ്ഞോ ഇവിടൊക്കെ റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ അല്ലാഹുവിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. വല്ലാത്തൊരു ബന്ധമാണ്. ആ ബന്ധം മുറിച്ചുകൊണ്ടുള്ള ഒരു ഇബാദത്ത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അത് നിസ്കാരമായിക്കോട്ടെ, റബ്ബിനോട് ചോദിക്കുന്ന ദുആ, ഒരാൾ ദുആ ഇറക്കുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അടുത്തത് പറയേണ്ടത് സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ഇങ്ങനെ മുത്തുനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലാതെ തുടങ്ങുന്ന ദുആ റബ്ബ് സ്വീകരിക്കൂല. എന്തിനും അല്ലാഹുവിന്റെ റസൂൽ അവിടെ വേണം. ഏത് ഇബാദത്തിലും അല്ലാഹുവിന്റെ റസൂൽ വേണം. അത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അങ്ങനെ ധാരാളം സ്വലാത്ത് ചൊല്ലാൻ പറ്റിയ എല്ലാ സ്വലാത്തും ചൊല്ലാം. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ 6 ലക്ഷത്തോളം സ്വലാത്ത് ചൊല്ലിയ കൂലിയുള്ള സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ. അത് ചെല്ലാം, ധാരാളം ചെല്ലാം. ഇരുന്നങ്ങ് ചെല്ലന്നെ, എന്തൊരു ആനന്ദം ഉണ്ടാവും. നിനക്ക് സമയം കിട്ടണോ അതിന്? തിരക്കുകളൊക്കെ ഒഴിവാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഉറങ്ങണം, പകലൊന്നും ഉറങ്ങണം. ഒരാൾ ഉറങ്ങിയിട്ടുണ്ടാവും, ഉറങ്ങണം. പകൽ ഉറങ്ങിയാലേ നിനക്ക് ടേസ്റ്റ് കിട്ടും. അത് ഏത് ഇബാദത്തും അങ്ങനെയാണ്. ഉംറ ചെയ്യാണെങ്കിൽ നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ടൊന്ന് ഉംറ ചെയ്യാൻ പോയി നോക്ക്. ഉംറക്കുള്ള ഉന്മേഷം ഭയങ്കര ഉന്മേഷമായിരിക്കും. അതെന്റെ ജീവിതത്തിലുള്ള അനുഭവം കൊണ്ട് പറയാം. നന്നായി ഒന്ന് ഉറങ്ങുക, എന്നിട്ട് ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം കെട്ടുക. കുളിച്ച് ഇഹ്റാം കെട്ടി വന്നിട്ട് ഒരു ഉംറ ചെയ്തോക്ക്. സുബ്ഹാനല്ലാഹ്, ആ ഉംറക്കുണ്ടാകുന്ന ടേസ്റ്റ് വേറെ ഒരു ഉംറക്കുണ്ടാവൂല. നല്ല ഉന്മേഷം ഉണ്ടാവും. ഇതിങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഉറങ്ങാണ്ട് ഇങ്ങനെ ഒരേ ഉറക്കം കഴിഞ്ഞ് പിന്നെ ഒരു തവാഫിന്റെ ഒരു കോലം സൈ ചെയ്യുമ്പോ ഈ ഉറക്കിങ്ങനെ വരികയാണ്. കഅബ നോക്കാൻ കഴിയണില്ല, കഅബന്റെ അടുത്തുനിന്ന് കരയാൻ കഴിയണില്ല.
ഇതിങ്ങനെ ഒരേ ഉംറ ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ അവരോടൊക്കെ പറയാണ്ട് ഒരേ ഉംറ ചെയ്യല്ല, ചെയ്യുന്ന ഒരു ഉംറ നല്ല മട്ടത്തിൽ ചെയ്യാം. നല്ല മട്ടത്തിൽ ചെയ്യണമെങ്കിലോ നന്നായി ഒന്ന് കിടന്നുറങ്ങണം. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോയാൽ നല്ല AC ഉള്ള റൂമും ഹോട്ടലും സൗകര്യമൊക്കെ ഉണ്ടാവും. അപ്പോ നല്ല പതച്ചിട്ട് നല്ലൊരു ഉറക്കുറങ്ങ. 10 ഉംറ ചെയ്യുന്നതും 3 ഉംറ ചെയ്യുന്നതും ചിലപ്പോ 10 ഉംറനേക്കാൾ നല്ലത് 3 ഉംറ ചെയ്യലായിരിക്കും. കാരണം നല്ല ഉന്മേഷവാനായി നന്നായി ഉറങ്ങി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല റാഹത്തായി ഒരു കുളി അങ്ങോട്ട് കുളിച്ച് ഒന്ന് ഇഹ്റാം കെട്ടി വന്നിട്ട് ഉംറ ഉണ്ടല്ലോ, ആ ഉംറ 1.5 ഉംറയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമയം കിട്ടിയില്ല എന്ന് പറയുന്ന ആള് സമയം കിട്ടണം, കുറച്ചൊക്കെ ഉറങ്ങാൻ വേണ്ടി സമയം കണ്ടെത്തണം. നമുക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നുള്ള പ്രയാസമാണ്. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറക്ക് വരാത്ത ഒരാളുണ്ട്. റബ്ബേ ആവശ്യമായ ഉറക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. ഉറങ്ങിയിട്ട് ഉറക്കന്നായി പോണ്ട. ചില ആളുകൾ വിളിക്കുന്ന ഉസ്താദ് ഉറങ്ങാൻ പറഞ്ഞിനെ, സാധാരണ എന്ന് ഉറങ്ങുന്ന ആൾ തന്നെയാണ്. ഇത് ഉറക്കിന്റെ മുകളിൽ ഉറക്കായി പോയി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഉറങ്ങാൻ വേണ്ടി പറയണ്ട ഉസ്താദെ, അല്ലെങ്കിൽ തന്നെ ഉറക്കന്നെയാണ് എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം നന്മ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ധാരാളം നന്മ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.